കേബിൾ ടി വി മേഖലയെ തകർക്കുന്ന KSEB നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജനുവരി 31-ന് കരിദിനമായി ആചരിക്കാൻ COA സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. വൈദ്യുതി ബോർഡിന്റെ എല്ലാ ഡിവിഷണൽ ഓഫീസുകൾക്ക് മുന്നിലും പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കും. ടെലികോം കമ്പനികൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള നിരക്കുകൾ ഇന്റർനെറ്റ് നൽകുന്ന ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്ക് കൂടി ബാധകമാണെന്ന സർക്കുലർ മുമ്പ് KSEB ഇറക്കിയിരുന്നു. ഇതിനെതിരെ സമരം ചെയ്തതിന്റെ ഫലമായി അത്തരം കടുത്ത നിബന്ധനകളിൽ നിന്ന് KSEB പിന്മാറി. തുടർന്ന് കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ സംഘടനകൾ കൂടി ഉൾപ്പെടുന്ന സബ് കമ്മിറ്റി സമർപ്പിച്ച നിർദ്ദേശങ്ങൾ സർക്കാരിന്റെ പരിഗണനയിലുമാണ്. ഇതിനിടയിലാണ് ഓരോ കേബിളിനും പ്രത്യേകം നിരക്ക് വേണമെന്ന് KSEB ഉത്തരവിട്ടിട്ടുള്ളതെന്നും ഇത് അംഗീകരിക്കാനാവില്ലെന്നും COA ഭാരവാഹികൾ പറഞ്ഞു. ചെറുകിട സംരംഭകരായ കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ ഇത്തരം കടുത്ത നടപടികൾ ബാധിക്കും. സാധാരണക്കാരായ സംരംഭകരെ തകർത്ത് വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെ സഹായിക്കുകയാണ് ചില ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യമെന്ന് സംശയിക്കുന്നതായും COA ഭാരവാഹികൾ ആരോപിച്ചു. ഡിസംബർ 28-ാം തീയതി സമരം നടത്തിയതിൻ്റെ ഭാഗമായി 2022 ഡിസംബർ 28-ാം തീയതിയാണ് സമരം നടത്തിയത്. അതിൻ്റെ ഭാഗമായി അത്തരം കടുത്ത നിബന്ധനകളിൽ നിന്ന് KSEB പിൻവലിയാൻ തയ്യാറായി. എന്ന് മാത്രമല്ല, കേബിൾ ടി വി ഓപ്പറേറ്റർമാരുമായി അവരുടെ സംഘടനകളുമായി കൂടിയാലോചിച്ചുകൊണ്ട് അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സബ് കമ്മിറ്റി രൂപീകരിക്കുകയും ആ സബ് കമ്മിറ്റി കുറേ നിർദ്ദേശങ്ങൾ സർക്കാരിലേക്ക് സമർപ്പിക്കുകയും ചെയ്തു. പരിഗണനയ്ക്ക് വിധേയമായി നിലനിൽക്കുന്ന അവസരത്തിൽ തന്നെയാണ് വൈദ്യുതി ബോർഡ് പുതിയ ഉത്തരവിറക്കിക്കൊണ്ട് ഓരോ കേബിളിനും പ്രത്യേകം നിരക്ക് വേണമെന്നും എല്ലാ കേബിളിലും ടാഗ് ചെയ്തില്ലെങ്കിൽ അത് വിച്ഛേദിക്കുമെന്നും ഇത് ഈ ജനുവരി 31-നുള്ളിൽ പൂർണ്ണമായും അഴിച്ച് മാറ്റിയില്ലെങ്കിൽ എല്ലാ കേബിളുകളും ഡിസ്മാൻഡിൽ ചെയ്യുമെന്ന രീതിയിലുള്ള വലിയ കടുത്ത നിബന്ധനകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിലെ ചെറുകിട കേബിൾ ടി ഓപ്പറേറ്റർമാരെ പാടെ തകർക്കുന്നതിനുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നീങ്ങുന്നത്. വൈദ്യുതി ബോർഡിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും കെടുകാര്യസ്ഥയൊക്കെ നമുക്കറിയാവുന്നതാണ്. അതിൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ തമ്മിലോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനികളുടെ ഭാഗത്തു നിന്നുള്ള സ്വാധീനം കൊണ്ടോ അവർക്ക് മാത്രം നിലനിൽക്കുകയും കേബിൾ ടി ഓപ്പറേറ്റർമാരെ വൈദ്യുതി പോസ്റ്റുകളിൽ നിന്ന് കേബിൾ ഒഴിവാക്കിക്കൊണ്ട് അവരെ എന്നേക്കുമായി നിഷ്കാസനം ചെയ്യാനുള്ള വലിയ ഗൂഢതന്ത്രം ഇതിൻ്റെ പിന്നിലുണ്ട്. KSEBയുടെ ഇപ്പോഴത്തെ തീരുമാനം നടപ്പിലായാൽ കേരളത്തിലെ നിരവധി വീടുകളിലും സ്ഥാപനങ്ങളിലുമുള്ള സർവീസുകൾ തടസ്സപ്പെടും. ചെറുകിട സംരംഭകരുടെ ജീവിതത്തെയും ഇത് ബാധിക്കും. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന വ്യാപകമായി KSEB ഡിവിഷണൽ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനും കരിദിനമാചരിക്കാനും തീരുമാനിച്ചതെന്ന് COA ഭാരവാഹികൾ വ്യക്തമാക്കി. വാർത്താസമ്മേളനത്തിൽ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ്, ജനറൽ സെക്രട്ടറി KV രാജൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ PS രജനീഷ് എന്നിവർ പങ്കെടുത്തു.